ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാട്ടുവിശേഷത്തിൽ ഒരിക്കൽ കൂടി ദക്ഷിണാമൂർത്തി സ്വാമികളെ നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസംബറിൽ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒത്തിരിയും ഗാനങ്ങൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ, എപ്പോഴും ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി പ്രത്യേകതകളാണ്. ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു ദക്ഷിണാമൂർത്തി സ്വാമികളെ സംബന്ധിച്ചോളം വൈക്കം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. വൈക്കത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്തെ 16 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള വൈക്കത്ത് വളരെ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. വൈക്കത്ത് അഷ്ടമിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമികളെ ഒന്ന് ഓർക്കാം എന്ന് വിചാരിക്കുകയാണ്. 16 വയസ്സുള്ളപ്പോഴാണ് സ്വാമികൾ വൈക്കത്തെത്തിയത്. സംഗീതം പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. 20 മുതൽ 22 വയസ്സുള്ള കാലയളവിൽ 3.5 വർഷത്തോളം അദ്ദേഹം തുടർച്ചയായി വൈക്കത്തപ്പൻ്റെ നിർമാല്യ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് യാദൃച്ഛികമായിട്ട് ഒരു സംഭവം അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ആലപ്പുഴയിൽ ശക്തമായൊരു മഴ പെയ്യുമ്പോൾ ഗിഞ്ചറ വിദ്വാനായ കടുവ കൃഷ്ണൻ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടി. അടുത്ത ദിവസം വൈക്കത്തുള്ള ഒരു വിവാഹ കച്ചേരിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ അതിനെ അനുവദിച്ചു. ഇരുവരും അമ്പലപ്പുഴയിൽ നിന്ന് ബോട്ടിൽ കയറി വൈക്കത്തെത്തി. കുളിച്ച് വൈക്കത്തപ്പനെ നന്നായി ദർശിച്ച ശേഷം കച്ചേരിക്കായി കൈതരത്തുള്ള ഒരു മഠത്തിലെത്തി. ആ മഠത്തിൽ എത്തിയതിനു ശേഷം അവിടെ ബന്ധുക്കളെ സംഗീതം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 42 മാസം അവിടെ താമസിച്ച് വൈക്കത്തെ അപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി നിർമ്മാല്യ ദർശനമൊക്കെ അതിലൊക്കെ പങ്കെടുത്ത് എല്ലാ അഷ്ടമികളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ആഴ്ചകളൊക്കെ വൈക്കത്തെ അഷ്ടമിയുടെ സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ ഞാൻ അതിനോട് ചേർത്ത് വെച്ചു എന്ന് മാത്രം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, വെങ്കടേശ്വര ദക്ഷിണാമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിലെ ഒരു പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായിരുന്നു. 125-ലധികം സിനിമകളിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. കൂടാതെ ഏകദേശം 1400-ൽ പരം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. സ്വാമി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മലയാള സംഗീത വ്യവസായത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന അദ്ദേഹം പി ലീല, കെ ജെ യേശുദാസ് എന്നിവരുടെയൊക്കെ ഒപ്പം സംഗീത സംവിധായകൻ ആയിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒത്തിരി പ്രത്യേകതകളുണ്ട്, ഒത്തിരിയും പാട്ടുകളുണ്ട്. അദ്ദേഹം ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുണ്ട്. 2019 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക പരാമർശം മരണാനന്തര ശേഷം ശ്യാമരാഗം എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. 2013 സ്വാതി സംഗീത പുരസ്കാരം, 2010 രാമാശ്രമം ഉണ്ണീരിക്കുട്ടി അവാർഡ്, 2010 മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ്, 2010 അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് മിർച്ചി, അമൃത TV അവാർഡ്, അങ്ങനെ അനേകം സമ്മാനങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഒത്തിരിയും തലങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളെ ഇന്ന് നമുക്ക് അനുസ്മരിക്കാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ. ആർക്കെങ്കിലും സ്വാമിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം കേട്ടോ. ആർക്കെങ്കിലും സ്വാമികളെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ വൈക്കത്തഷ്ടമി നാളിൽ എന്ന് പറഞ്ഞ പാട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. വൈക്കവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശക്തമായ ബന്ധം നമുക്കും കൂടെ മനസ്സിലൊന്ന് ഓർക്കാം. ഇത് ആദ്യത്തെ പാട്ട് ഇതാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ മ്യൂസിക്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചന, കെ ജെ യേശുദാസും ജാനകിയും ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടാണ്. വീരമാം ഒന്ന് തുടങ്ങാമോ? വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു.
വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോ വളകിലുക്കം കേട്ടു. ആറിനക്കരെ നീന്തിക്കേറാൻ താറെടുത്തു ഞാൻ നിൽക്കുമ്പോൾ, ആറിനക്കരെ നീന്തിക്കേറാൻ താറെടുത്തു ഞാൻ നിൽക്കുമ്പോൾ, സരിഗമത്തോണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ, സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോ വളകിലുക്കം കേട്ടു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ആരെ പാടാനുള്ള അടുത്ത്? വൈക്കത്തഷ്ടമിയെ ഓർക്കാം, ദക്ഷിണാമൂർത്തിയെ ഓർക്കാം. അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം പാടാനുള്ളവര്. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരി കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരി കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. ജ്യോതിമാർ സാർ പഠിക്കും. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പുമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വാഗപ്പുമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. ഓക്കെ, അടുത്ത ആരാണ്? അൺമ്യൂട്ട് ചെയ്യൂ. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. യെസ്, അടുത്താരാ? കുഞ്ഞായി മാസ്റ്റർ, രാജ് സാർ. ഓക്കെ, സന്തോഷ് കുമാർ പാടാം. രാജ് സാർ പാടും, കേൾക്കുന്നില്ലല്ലോ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. താങ്ക് യു സർ.
ഓക്കെ, ഇനി ആരാണ് അടുത്തത്? ശ്രീകുമാരി അമ്മ. ശ്രീകുമാരി അമ്മ പാടി. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു വാഗപ്പൂ മരച്ചോട്ടിൽ നിന്നപ്പോൾ വളക്കിലുക്കം കേട്ടു. വളക്കിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലി കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. ആറിനക്കരെ നീന്തി കേറാ താറുടുത്തു ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തോണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. താങ്ക്സ്. ഓക്കെ, വേറെ ഇനി ആരെങ്കിലും? വേണുഗോപാൽ സാർ പറയൂ. പാടി. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലി കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. ആറിനക്കരെ നീന്തി കേറാ താറുടുത്തു ഞാൻ നിൽക്കുമ്പോ സരിഗമത്തോണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. താങ്ക് യു. ഓക്കെ, സന്തോഷ് കുമാർ. സന്തോഷ് പാടുന്നോ? സന്തോഷ് കുമാർ പാടി. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. ഓക്കെ. ഉഷമ. താങ്ക് യു സർ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു.
വളകിലുക്കം കേട്ടു. താങ്ക് യു. ജോഷി സാർ വന്നിട്ടുണ്ട്, ജോർജ് സാറുണ്ട്, ഷേർലി മാം ഉണ്ട്. ആരെങ്കിലും പാടുന്നുണ്ടെ പാടൂ. സാറേ, ആ ഈ സത്യവതിയെ പോലെ ആരാണ് ഈ സത്യവതി എന്നറിയോ? ഒരു പറയൂ. കാലത്ത് സത്യവതി ഒരു മുക്കുവ കന്യകയായിരുന്നു. തോണി തുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പോഴാണ് പരാശര മുനി അങ്ങനെ ആ പുഴയോരത്തുകൂടി നടക്കുകയാണ്. അവളിൽ അനുരക്തയായി. അതിനുശേഷം എന്തായി? ഒരു കുഞ്ഞുണ്ടായി. അതിൽ തോണിയിൽ വെച്ചിട്ടാണ്. അതിനാണ് ആര് വേദവ്യാസൻ ഉടലെടുക്കുന്നത്. ജസ്റ്റ് ഞാൻ പറയാണേ. ഓക്കെ, വെരി ഗുഡ്. ഒരു ചരിത്രമായി അല്ലേ? ആറിനക്കര നീന്തിക്കേറാൻ താറുടുത്തു ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തുണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോ. ജോർജ് സാറേ, ജോർജ് സാർ പഠിക്കും. താങ്ക് യു സർ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പം വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി അന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പ് കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. ആറിനക്കരെ നീന്തിക്കേറാൻ താറുടുത്തു ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തൊണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ. സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. താങ്ക് യു സർ. ഓക്കെ, ഇനി സ്വന്തമായി വള്ളമുള്ള ജോഷി സാർ പാടും. സാറേ, ഞാനൊരു ഇത് കുറെ ദിവസമായി മോഹത്തിന് കയറി ഒന്ന് നോക്കിയതാ. ആരോഗ്യമൊക്കെ ഇപ്പോഴും ഭംഗിയല്ലെങ്കിലും ഞാൻ ഈ പാട്ട് ഒന്ന് പാടി ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കട്ടെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. ആറിനക്കരെ നീന്തിക്കേറാൻ താറുടുത്തു ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തോണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ. സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഷേർലി മാം. രാജു സാർ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ പറയാൻ പറഞ്ഞു. ഷേർലി മാം പാടിക്കോളൂ.
വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളക്കിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരൻ്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. ആറിനക്കരെ നീന്തിക്കേറാൻ താറോടുത്തു ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തോണി ഇഴഞ്ഞു വന്നപ്പോൾ സത്യവതിയെ പോലെ. സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. താങ്ക് യു സാർ. അതെന്റെ ഫോണിന്റെ സൗണ്ട് കുറവാ, സൗണ്ട് കുറവാ. കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, രമാവതി മാം പാടുന്നോ? പെൺകുട്ടി. വൈക്കത്തഷ്ടമി നാളിൽ വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ട്. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ട്. വളകിലുക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരൻ്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കണ്ടു. നീലപ്പൂവമ്പു കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ട്. ആറിനക്കരെ നീന്തിക്കേറാൻ താറൊടുത്ത് ഞാൻ നിൽക്കുമ്പോൾ സരിഗമത്തോണി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ. സത്യവതിയെ പോലെ. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ട്. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ട്. താങ്ക് യു സാർ. എല്ലാവരും പാടിയെന്ന് തോന്നുന്നു. രാജ് സാർ എന്താ പറയാൻ വന്നായിരുന്നല്ലോ? രാജ് സാർ എന്താ പറഞ്ഞു? സത്യവതിയുടെ മകൻ്റെ പേര് ഭീഷ്മർ എന്നല്ലേ? അല്ലേ? സത്യവതിയുടെ മകൻ്റെ പേര് ഭീഷ്മർ അല്ലേ? വേദവ്യാസനാന്ന് പറഞ്ഞു. വേദവ്യാസനാണോ? എനിക്ക് സംശയമുണ്ട്. എന്തായാലും അറിയില്ല എനിക്ക്. അല്ല, വേദവ്യാസനാണ്. അത് ഭീഷ്മരുടെ കഥ വേറെയാണ് സാറേ. ഒരു ഇതോടനുബന്ധിച്ച് തന്നെ വേറൊരു കഥയാണ്. ഭീഷ്മരുടെ അച്ഛനാണ് ഭീഷ്മരുടെ പിതാമകൻ അച്ഛനാണ് സത്യവതിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് വേറൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാം. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ആഴത്തിൽ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു പാട്ട്. ബിനമാമൻ തുടങ്ങിക്കോളൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ
ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മെഴികളിലൂറും അശ്രുബിന്ദുവൻ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നേ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഞാനൊന്ന് നോക്കട്ടെ സാറേ. ഓക്കെ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു സർ. ഞാൻ പാട്ടെ. വേണുഗോപാൽ സാർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂടെ അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നീ കഥ പറയൂ നീ പറയൂ.
എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ നീയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു. ഞാൻ പാടട്ടെ സാർ 4 വരി. ഓക്കെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രബിന്ദുവൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു സർ. ജോഷ് സാറേ. താങ്ക് യു സർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എഴുതാൻ വയ്യ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. താങ്ക് യു. ജോഷ് സാറേ. താങ്ക് യു സർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പ
പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു സർ. യെസ് രാജു സാർ. പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനീലിമ മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവ സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഓക്കെ സാർ. ഓക്കെ, ഇനി ആരുള്ള ക്ഷമ പഠിക്കൂ. താങ്ക് യു സർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. താങ്ക് യു.
ജോസഫ് സാറേ, യെസ് സാർ. എന്താണ്? ദക്ഷിണാമൂർത്തിയെ കുറിച്ച് ഞങ്ങളിങ്ങനെ ആ സ്മരിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം പറഞ്ഞല്ലോ അല്ലെ. ദക്ഷിണാമൂർത്തി സ്വാമികളെ കുറിച്ച് 1950കളിൽ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന കർണാടക സംഗീതജ്ഞൻ അല്ലെ. കർണാടക സംഗീതത്തിന്റെ രാഗസഞ്ചാരങ്ങളെ ലളിതമായ രീതിയിൽ നമ്മുടെ സിനിമാ ഗാനങ്ങളിലും ലളിതഗാനങ്ങളിലും ഒക്കെ കോർത്തിണക്കിയ മഹാനാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. സാർ ഇപ്പൊ എന്താണ് വേണ്ടത്? പാട്ട് പാടണോ? ആ, പാട്ട് ഇത് പഠിക്കും, ആ പാട്ട് പഠിക്കും. പറഞ്ഞോളൂ, പറഞ്ഞിട്ട് മതി. പറഞ്ഞു. അല്ല, പറഞ്ഞു കാണുമല്ലോ. ആ, പറഞ്ഞിരുന്നു, എന്നാലും പറഞ്ഞോളൂ. ഓക്കെ. ആ സാർ, ഓക്കെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിലീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗതപോവന സീമയിൽ, എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഈ പാട്ട് തന്നെ ഒരു ഉദാഹരണമാണല്ലേ. ആ കർണാടക സംഗീതത്തിന്റെ രാഗസഞ്ചാരങ്ങളെ എത്ര വിദഗ്ധമായിട്ടാണ് ഈ സിനിമാ പാട്ടിൽ അദ്ദേഹം കോർത്തിണക്കിയത് നോക്കൂ. അതാണ് സ്വാമിയുടെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. അപ്പോൾ ഞാനിവിടെ ഒന്ന് വളരെ ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ, അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയിട്ട് നിന്നു കേട്ടോ. ഞാനും കൂടെ ഒന്ന് പാടിയിച്ച് അടുത്ത പാട്ടിലേക്ക് എടുക്കാം. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഓക്കെ, സുനിൽകുമാർ പാടുന്നോ? വേറെ ഷെർലി മാം ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് കൂടെ പോകാം. വേറെ ആരും ഇല്ലെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. യെസ്. സോ അടുത്തൊരു പാട്ടും കൂടെ പി ഭാസ്കരൻ്റെ രചനയിൽ കെ ജയസുദാസിൻ്റെ പാട്ട്, വിലയ്ക്ക് വാങ്ങിയ വീണ.
കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. ഓക്കെ, ബീനമാം ഒന്ന് പാടിക്കൂ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, നിന്നെ ക്ഷണിക്കുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കാ പാടാൻ പറ്റുന്നേ? നമുക്ക് ഇതോടുകൂടി നമുക്ക് നിർത്താം. വളരെ മനോഹരമായ ഒരു പാട്ടുകൾ ഞാൻ നമുക്ക്. രണ്ടുപേരും പാടാൻ സാറേ. യെസ് യെസ്, പഠി. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, നിന്നെ ക്ഷണിക്കുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ആനന്ദകാരിണി അമൃതപാക്ഷിണി ഗാനവിഹോഹിനി വന്നാലും കാട്ടിലെ പാഴ്മഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. താങ്ക് യു സർ. ഓക്കെ സാർ. ഓക്കെ, വേറെ പഠിക്കും. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, നിന്നെ ക്ഷണിക്കുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ഓക്കെ സാർ. ഓക്കെ, ജ്യോതികുമാർ സാർ പത്. സാറേ, സാബു സാറേ, പഠിക്കും. ഇതൊക്കെ ഒരു കാലത്ത് കോളേജിൽ പഠിക്കുമ്പോഴേ നമ്മൾ ഉഷാ മേഡത്തിനെ പോലെയുള്ള സുന്ദരികളുടെ പിന്നാലെ നടന്ന് പാടിയ പാട്ടാ ഇതൊക്കെ. എല്ലാവർക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട്
കാട്ടിലെ പാഴ്മുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ഓക്കെ, സാറേ ഇത് സാറ് പാടി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി സാറേ നമുക്കെല്ലാം. നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ഓക്കെ, ഓക്കെ, എന്റെ ഇനി ഫ്രണ്ട്സ് ആർക്കെങ്കിലും ആരും വന്നില്ല സാറേ, ഞങ്ങളൊക്കെ അവസ്ഥ ഹലോ, അതായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ വേണം പ്രശ്നം. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലായി തീർത്തവളേ നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു നിന്നെ ക്ഷണിക്കുന്നു കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. Thank you. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാൻ പാടാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജോർജ് സാർ, ജോഷി സാർ, കുഞ്ഞോയ് മാസ്റ്റർ പാടിയില്ലെന്ന്, ദെൻ ഷെർലി മാം പാടിയിട്ടില്ല, ശ്രീകുമാരി മാം, ആർക്കെങ്കിലും ഞാനും 2 ലൈൻ പാടാം. പിന്നെ പാടൂ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി
വന്നാലും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, നിന്നെ ക്ഷണിക്കുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും. താങ്ക് യു സർ. ഓക്കെ രണ്ടു വരി പാടാം സാറേ. പാടും പാടും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. മതി സാർ. ശരിയായി. ഓക്കെ, വേറെ ആർക്കെങ്കിലും കൂടെ? ക്ഷമ റെഡിയായോ? എല്ലാം പാടി പാടി ആ ഒരു ഇത് നിക്കണതാ. എന്നാലും നോക്കാല്ലേ. പിന്നെന്താ? കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, നിന്നെ ക്ഷണിക്കുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും പാടാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എൻ്റെ ചെയ്യാം. ജോസഫ് സാറേ, ഒരു കൺക്ലൂഡിങ് റിമാർക്സ് കൊടുക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഹിബിഷൻ ഇല്ലാതെ പാടാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ജോർജ് സാറൊക്കെ അങ്ങ് തെളിഞ്ഞില്ലേ അല്ലേ? അതാണ് ഒരു വലിയ കാര്യം. അതാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റിയാ തെറ്റട്ടെ, എല്ലാവർക്കും യേശുദാസിനെ പോലെ അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല. നമ്മൾ പാടുന്നത് അങ്ങ് എന്താണ് ശക്തിയായിട്ട് പാടുക. പിന്നീട് രാഗങ്ങളും ഈ ഈണങ്ങളും ഒക്കെ വന്നോളും. പിന്നീട് നമ്മൾ ഈ പാട്ടുമായിട്ട് കൂടുതൽ പരിചയപ്പെടുമ്പോൾ കൂടുതൽ പ്രാവശ്യം കേട്ട് അതിനോടൊപ്പം പാടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇന്ന് സ്വാമിയെ ദക്ഷിണാമൂർത്തി സ്വാമികളെ ഓർത്തത് എന്തുകൊണ്ടും ഉചിതമാണ്. ഒരു പ്രത്യേകതയുള്ള സംഗീതശീലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക സംഗീതത്തെയൊക്കെ എങ്ങനെയാണ് കൂട്ടിയിണക്കിയത് നമ്മൾ ഈ പാടിയ പാട്ടുകളിലൊക്കെ ഉണ്ട്. കാട്ടിലെ പാഴ്മുളമായാലും നേരത്തെ പാടിയ ഏതായിരുന്നു അത്,
ഹൃദയ ഉം, സരസിലെ ഹൃദയ സരസിലെ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ. ഏഹ്, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. 1950 തൊട്ട് 2013 വരെ സംഗീത ആ, സംവിധാന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. അവസാനം കുറച്ചൊക്കെ ക്ഷീണിതനായിരുന്നുവെങ്കിലും അന്നേരവും അദ്ദേഹം അവസാനം ഏതാണ് മിഴികൾ സാക്ഷി എന്ന് പറഞ്ഞൊരു ചിത്രത്തിന് വേണ്ടി സംഗീതം ചെയ്തു. 4 തലമുറ സാർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദാസേട്ടന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫിനെ സംഗീതം അദ്ദേഹത്തിന്റെ പാട്ട് പാടിച്ചു. അദ്ദേഹത്തെ പാട്ട് പാടിച്ചു, ദാസേട്ടനെ പാടിച്ചു ഈ വിജയ് യേശുദാസ്, വിജയുടെ മകൾ അമേയ. ഇത്രയും 4 തലമുറയ്ക്ക് സംഗീതം പകർന്ന വലിയ മഹാനുഭാവനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ വൈക്കത്തഷ്ടമി നാളിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, വൈക്കത്തഷ്ടമി നാളിൽ അതൊരു പ്രണയഗാനമാണ്. ആക്ച്വലി ഒരു പ്രണയഗാനമാണ്. പക്ഷെ അതിന് ബിലഹരി രാഗത്തിലാണ്. സാധാരണ ഭക്തിഗാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് ബിലഹരി രാഗം. അതിലാണ് അദ്ദേഹം ആ പ്രണയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒത്തിരി പാട്ടുകൾ നമുക്ക് പറയാനുണ്ട്. JC ദാനിയേൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പാട്ടുകൾ കുറേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചന്ദ്രികയിൽ അരിയുന്നു എന്നുള്ള പ്രധാന എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. അവൾ ചിരിച്ചാൽ, കന്യാമറിയമേ തായേ, അതുണ്ടല്ലോ. വൃശ്ചികപ്പൂനിലവേ പിച്ചകപ്പൂനിലവേ മച്ചിന്റെ മേലിരുന്നൊളിഞ്ഞു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്ക് ലജ്ജയില്ലേ. ഇത് മനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തൈപ്പൂയ കാവടിയാട്ടം, നിന്റെ മിഴിയിൽ നീലോൽപലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ. ജ്യോതികുമാർ സാർ ചിരിക്കുന്നു, സാർ അത് പാടിയിട്ടുള്ള പാട്ടാണ്. താരകരൂപിണി. അങ്ങനെ ഒത്തിരി മനോഹരമായ, ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് പറയുക. ചന്ദ്രികയിൽ അലിയുന്നു പാടാമോ? ഒരു 2 വരി. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻചിരിയിലലിയുന്ന ജീവമേഘം, താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു, തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർ ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിൽ. അത് ഇത്ര വർഷമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലേ പച്ച പിടിച്ച് നിൽക്കുന്ന പാട്ടുകളാണ്. ബാക്കി പാടുന്നത് വേണം സമയം പോയി. സമയം പോയി. അതുകൊണ്ട് അടുത്ത നമുക്ക് അടുത്ത അടുത്ത ഇത് നമ്മൾ എപ്പിസോഡിൽ കഴിഞ്ഞ ഇതിന്റെ ഡെത്ത് ആനിവേഴ്സറിയിൽ നമ്മൾ കൃത്യമായിട്ട് പാടിയിരുന്നതാ ആ പാട്ടുകളെ. ഞാൻ പിന്നെ സെപ്പറേറ്റ് 3 പാട്ടുകൾ, പ്രതി വൈക്കത്തഷ്ടമി കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ വൈക്കത്തഷ്ടമിയിൽ തുടങ്ങിയത്. ഓക്കെ അത് പാടിയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ ക്രിസ്മസ് ഗാനങ്ങളാണ് കേട്ടോ. അടുത്ത ആഴ്ച ക്രിസ്മസ് ഗാനങ്ങളാണ്. 21 ക്രിസ്മസ് ഗാനങ്ങൾ. എല്ലാം റെഡി ആയിട്ട് വരിക. പ്രത്യേകിച്ച് പറയണ്ട. അവരവരുടെ ചോയ്സാണ്. ഒത്തിരി ചോയ്സ് ഒന്നും വേണ്ട. നമുക്ക് ആകെ എല്ലാവർക്കും പാടാൻ 2-3 പാട്ടുകളെ പറ്റത്തുള്ളൂ. ഒത്തിരി പാട്ടുകൾ പാട്ടി അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും പാടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോ 2 പാട്ടുകൾ, നല്ല പാട്ടുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ. ഗ്രൂപ്പിൽ ഇട്ടോളൂ, നിങ്ങളുടെ സജഷനിലൊക്കെ ഇട്ടോളൂ. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സാർ? എല്ലാവരും പാടി തെളിയുന്നത് വളരെ സന്തോഷം. നമ്മുടെ രാജു സാറ് പാടിയതും ആ പഴയ പാട്ടായതുകൊണ്ടായിരിക്കും വളരെ ഭംഗിയായിട്ട് പാടി കേട്ടോ സാറേ. രാജു സാറിന് ശ്വാസമൊക്കെ എടുത്താ പാടിയത്. കോളേജ് പഠിക്കുന്ന സമയത്തുള്ള പാട്ടല്ലേ? പഴയ പാട്ടാണ്. അതെ, ഈ ജന്മത്തെ പറ്റി അടുത്ത ജന്മത്തിൽ ശരിയാകാൻ പഠിച്ചോ. സാറെ എനിക്ക് സംശയം, നമ്മുടെ യൂട്യൂബിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ ഇതൊക്കെ ശബ്ദം മാറി വരുന്നത്, ആണുങ്ങൾ സ്ത്രീകളുടെ ശബ്ദം, പാട്ടിൻ്റെ അല്ല, നമ്മുടെ ഈ പ്രസന്റേഷന് യൂട്യൂബിൽ സാറിൻ്റെ റെക്കോർഡിങ് നോക്കുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ ശബ്ദമൊക്കെ പുരുഷന്മാരുടെ ശബ്ദമായിട്ട് മാറും. ആയിട്ട് മാറും. എയിൽ പോകുന്നതാണ്. അങ്ങനെയൊന്നും വന്നിട്ടുണ്ട് സാർ. എയുടെ കൊണ്ടാണോ?
അപ്പൊ നമ്മുടെ എന്നാണേലും പാട്ട് ഇഷ്ടം പോലെ പേര് കാണുന്നുണ്ട്, അതെനിക്കറിയാം. പാട്ടല്ല സാറേ, ഞാൻ ഇന്നത്തെ ഡെയിലി യൂട്യൂബ് റെക്കോർഡിംഗ് ഇല്ല. അതാണ് വീഡിയോ പറഞ്ഞേ, ആ വീഡിയോ ഇഷ്ടംപോലെ പേര് കാണുന്നുണ്ടത്. ഈ രാജു പാടിയവർ സാറേ തന്നെ AI വീണ്ടും തെറ്റ്. പാടിയവർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. സാറേ അതായത് സാർ ഇത് ഈ ഇല്ല സാർ, അതൊക്കെ നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഓരോരുടെയും മൊബൈലിലുള്ള സെറ്റിംഗ് ആണ്. അതിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് മലയാളമായിട്ടും അതൊക്കെ നമ്മുടെ കസ്റ്റമൈസ്ഡ് സെറ്റിങ്സ്, നമ്മുടെ മൊബൈലിലുള്ള സെറ്റിങ്സ് അനുസരിച്ച് മാറുന്നത്. അല്ലാതെ നോർമലി അത് മാറേണ്ട കാര്യമില്ല. അതെന്താ അറിയോ, ആ സെല്ലിന്റെ ഒരു ക്ലാരിറ്റി ഇല്ലേ, ക്ലാരിറ്റി ഉണ്ട് സൗണ്ടിന്റെ, അത് മാക്സിമത്തിലേക്ക് ആക്കിയാൽ മതി രാജു സാർ. അല്ലെങ്കിൽ അതിന്റെ ഒരു മിഡിലിൽ വെക്കുക, അപ്പോഴത് ആ സൗണ്ട് മാറില്ല. ശരി, ഇതിന്റെ മൊബൈലിന്റെ അതെ, മൊബൈലിന്റെ സൗണ്ട് ഒന്നുകിൽ മാക്സിമത്തിൽ, അല്ലെങ്കിൽ അത് താത്തി താത്തി എവിടെയാണോ നല്ല ക്ലാരിറ്റി കിട്ടുന്ന അവിടെ അങ്ങ് ഫിക്സ് ചെയ്താൽ നന്നാവും. അല്ലെങ്കിൽ ചിലപ്പൊക്കെ തോന്നും, ചിലപ്പ് നമ്മുടെ വരുന്നത് കയ്യിൽ പോലെ നിൽക്കുന്ന തോന്നും. കാര്യമല്ല. അതെ, അത് ഒന്ന് മെനക്കെടണം, ലെസ്സം ഒന്ന് മെനക്കെട്ടാൽ ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ക്രിസ്മസുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വർഷം നമുക്ക് അങ്ങനെ തീരാൻ പോവാണ്. ഓക്കെ, സീ യു. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ബൈ ബൈ. പെട്ടെന്ന് വന്നു സാറേ, പെട്ടെന്ന് Right, sir. 2025 വന്നു, 2025 പോയി, എങ്ങനെയാന്നറിയില്ല. കറക്റ്റ്. നമ്മൾ പിടിച്ചാൽ നിൽക്കുവോ? നമ്മൾ പിടിച്ചാലും നിൽക്കത്തില്ല, പോട്ടെ, കൂടെ ഒഴുകാം. സമയമാം രഥത്തിലേക്ക് അയ്യോ, അത് യാത്ര. വേണ്ട, പക്ഷെ അത് വേണ്ട, പക്ഷെ അത് വേണ്ട. ഒന്നുണ്ട്, അത് വേണ്ട, അത് നമുക്കിപ്പോ ഒന്നും വേണ്ട, അത് പിന്നെ മതി മേഡം. ഇപ്പൊ അത് എന്താ വേറെ ആൾക്കാർക്ക് വേണമെന്നറിയോ, പാടാണല്ലോ, നമുക്കല്ല. ഓരോ വർഷവും നമ്മൾ കഴിയുമ്പോ ചെറുപ്പായി വരികയാണ്. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് ഓരോ സാറ് വർഷം കഴിയുമ്പോൾ നമ്മൾ കണ്ണ് ചെറുതാവുക മേഡം. അടച്ച് തുറക്കും മുമ്പേ അടുത്ത് വരുന്നത് 2027. അത് സാരമില്ല, അതുകൊണ്ടൊന്നും അത് പോകാൻ അനുവദിക്കണം. പിന്നെ അല്ലാതെ നമ്മളെ പിടിച്ചോണ്ട് നല്ല കാര്യം നടക്കും. ആ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നോ വറീസ്. മൂന്നാമത്തെ പാട്ട് ജർമ്മൻ, പുള്ളി മലയാളം പഠിച്ചിട്ട് എഴുതിയ പാട്ടാണ്, അല്ലാതെ വയലാറിന്റെ പാട്ടല്ല. നമ്മുടെ ഇതിനകത്ത് അരനാട് നേരം സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് രചന വയലാർ എന്ന് എഴുതിയിട്ടുണ്ട്. രചന വയലാർ എഴുതിയല്ല, അത് ഒരു ട്രഡീഷണൽ സോങ് ആണ്. അത് എഴുതിയത് ഏതാ പാട്ടത്? അതേതാ പാട്ട് മാഷ രാജു സാർ? രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ആ പാട്ടോ? അരനാട് സിനിമയില് ഉണ്ട്. രചന വയലാർ. അതെ അതെ, അത് പഴയ കാലത്ത് പല സിനിമകളും അങ്ങനെ പലതും എടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് നല്ല വരികളാണ്, ആരെഴുതിയാലും. ജർമ്മൻകാരൻ എഴുതി, പുള്ളി ഇവിടെ വന്ന് മലയാളം പഠിച്ചിട്ട് പുള്ളി എഴുതിയതാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ മെൻഷൻ ബീനമാമിന്. കാരണം ഒരു ലീഡിങ് പാട്ടുകാരി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പാട്ടുകാരനാകേണ്ടി വരും. അതുകൊണ്ട് മാം താങ്ക് യു. ഒരു വിവരം ഇല്ല കേട്ടോ. പാട്ട് നമ്മൾ അങ്ങനെയല്ല, ആദ്യം പാടുന്ന ആള് പാട്ട് പാടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ളവർക്ക് പാടാൻ തോന്നും. അതാണ് നമ്മുടെ മാഡം, ഈ വിവരം മതി, ഇത് തന്നെ ധാരാളം. അതെ, ഇതിൽ കൂടുതൽ ഒന്നും ആവണ്ട അല്ലേ? ഞാൻ വരെ പാടുന്നത് കേട്ടില്ലേ? അപ്പൊ പിന്നെ എന്താ പറയാ? അതെ അതെ, ഉണ്ട്. കഴുതരാഗത്തിൽ ഇങ്ങനെ പാടുകയല്ലേ. ഇവിടെ നമ്മളൊരു കുടുംബമായതുകൊണ്ട് നമുക്ക് സാബു സാർ ഒന്നും പറയില്ല, ആ ധൈര്യത്തിൽ പാടാം, അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ പാടണം എന്നേ ഉള്ളൂ. ഈണവും യാഗവും താളവും ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മളെപ്പോഴും ഈ വ്യക്തിക്ക് ഒരു ട്രിബ്യൂട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മളുടെ എന്താ പറയുക, സത്യസന്ധമായ വാക്കുകൾ കൊണ്ട്, അല്ലെ, ശബ്ദം കൊണ്ടൊരു ട്രിബ്യൂട്ട്, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതും പാടാൻ പറ്റാത്തവര് തീർച്ചയായിട്ടും കൂട്ടാണ്, പാട്ടിന്റെ ഈ കൂട്ടാണ് നമുക്കൊക്കെ ഒരു സന്തോഷം. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്ത് പാട്ട് പാടുമ്പോ നമ്മളെ അസുഖമൊക്കെ കുറയുന്നതാണ്. സ്ട്രെസ്, പിന്നെ പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ മാറും. രോഗപ്രതിരോധം എന്നെ സഹിക്കുന്നതൊക്കെ വലിയ നമസ്കാരം. ചുമ്മാ പറയണതാ, മിനിമം സൂപ്പറാ. ഞാൻ 3 ദിവസം മിനിമമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന കഴിവ്. ആ കഴിവുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന വേദികൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ കണ്ട നല്ല അടിപൊളി പാട്ടുകാരൊക്കെ വന്നിട്ട് സുല്ലിട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ സഹിക്കണ്ടേ.
ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട് സാറേ. പിന്നെ വരുമ്പോഴേ തകർത്തടിച്ചൊക്കെയാ വരുന്നത്. ഈ പിന്നെ വന്ന വഴി പറന്നു ഓടുന്നതാണ്. ആരോടിയാലും നമ്മളിവിടെ കാണും. സാബു ഓക്കെ, സാറിന് താങ്ക് യു. സാറാണ് ഈ ഇത് കൂട്ടി കൊണ്ടുപോണത്. തീരെ വിടാതെ സാബു സാറേ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. സാബു ആ സാറേ ആ നമ്മുടെ പോസ്റ്റർ ഇടണേ. ഇടാം. ഓക്കെ ഷുവർ. ചെറുതായിട്ടൊന്ന് വിട്ടുപോയെന്ന് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. അടുത്ത ആഴ്ച ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ ക്രിസ്മസ് ആശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാവരും ക്രിസ്മസ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരിക. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. വിർച്വൽ സമ്മാനങ്ങൾ കൈമാറാം. അതെങ്ങനെയാകാതെ നമുക്ക് ക്രിസ്മസിന് ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മളൊരു വീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി. 1-2 ഓക്കെ. വീടുകൾ നമ്മൾ ഈ മാസം ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ഫൈനൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ടില്ല. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ചിന്തിക്കാം. കുഴപ്പമില്ല. അപ്പം നമ്മളുടെ എല്ലാം ഇങ്ങനെ നടന്നു പോകുള്ളൂ, നമ്മളെ കൊണ്ടാകാവുന്നതൊക്കെ. ഓക്കെ, സി യു, ഗുഡ് നൈറ്റ്, ബൈ.